ശശാങ്ക, നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുതരാൻ വന്നിരിക്കും. മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ ഹണി റോസിനോട് നമ്മുടെ ലാലേട്ടൻ, ഞാൻ ഭക്തനാണ്, ലാലേട്ടന്റെ ആരാധകൻ പോലുമല്ല, അതെനിക്കിഷ്ടമില്ല. ലാലേട്ടൻ ഇതേ കോണ്ടെക്സ്റ്റിൽ ഇതേ വാക്യങ്ങൾ കുറെ കൂടെ സെക്ഷുവലി കളേർഡ് ആയി പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ആരും മറന്നു പോകരുത്. എനിക്കൊരു അബദ്ധം പറ്റി. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് അഭിലാഷിന്റെ പുരികം പൊങ്ങുകയും അഭിലാഷിന് സന്ദേഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല. ആരുടെയെങ്കിലും വസ്ത്രധാരണത്തിൽ എനിക്കെന്തിനാണ് പുരുകം പോകുന്നത്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ അഭിലാഷനെങ്കിലും തോന്നിയിട്ടില്ലേ? ഓരോരുത്തരുടെ വസ്ത്രധാരണം അവരുടെ ചോയ്സ് ആണ് രാഹുൽ ഈശ്വറെ. വേറൊരാളുടെ വസ്ത്രധാരണത്തിൽ ഞാൻ എന്തിനാണ് കൺസേൺ ആവുന്നത്? അതൊക്കെ എല്ലാവർക്കും അറിയുന്ന സമൂഹത്തിന്റെ ബാധ്യതയല്ല. അതൊക്കെ ഒരാളുടെ സ്വയം നിർണയാവകാശത്തിന്റെ ഭാഗമാണ്. ഹണി റോസിന്റെ വസ്ത്രധാരണം ഹണി റോസിന്റെ അവകാശമാണ്, അവരുടെ റൈറ്റ് ആണ്. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ധരിക്കും. ഒരാൾക്ക് എനിക്കോ രാഹുൽ പ്രശ്നമാണ് വരേണ്ടത്, സമൂഹത്തിന് പ്രശ്നമാക്കാരത്തിൽ വരേണ്ടത്. അതൊക്കെ അവരുടെ അവകാശമാണ്. നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മൽ. അവരുടെ മാത്രം സ്വയം നിർണയ അവകാശമാണ്, അവരുടെ ഇൻഡിവിജ്വാലിറ്റിയുടെ ഭാഗമാണ്. ഒരാളുടെ വസ്ത്രധാരണം കണ്ട വേറൊരാൾക്ക് എന്ത് തോന്നാനാണെന്ന് അങ്ങനെ തോന്നുന്നില്ലേ? അങ്ങനെ സ്വാതന്ത്ര്യത്തിന് പരിധി ഉണ്ടല്ലോ, അതേപോലെ വസ്ത്രധാരണത്തിന് പരിധിയില്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിധി ഉണ്ടെങ്കിൽ ആർട്ടിക്കിൾ 19(1)(a)യുടെ റെസ്ട്രിക്റ്റീവ് ക്ലോസിൽ ഈ പറഞ്ഞ കാര്യം പെടുവോ? നിന്റെ ഈ നമ്പറിലൊന്നും അങ്ങനെ വീഴൂല. അങ്ങേര് അസാമാന്യ ബുദ്ധിയുള്ള ഒരു പണ്ഡിറ്റ്. ഒബ്സീനിറ്റി ഇല്ലേ? ആർട്ടിക്കിൾ ഈ 19(1)(a) ഡിഗ്നിറ്റി ഓഫ് ലൈഫ് അടക്കം ഫ്രീഡം. ആർട്ടിക്കിൾ 19(1)(a)യുടെ റെസ്ട്രിക്റ്റീവ് ക്ലോസിൽ വരുമോ? വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയല്ലേ രാഹുൽ ഈശ്വറെ? നീയാണല്ലോ കോടതി.